Hi all, welcome to my YouTube channel. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 32 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, സബ് എഞ്ചിനീയർ, അതുപോലെ ഇലക്ട്രീഷ്യൻ എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ എല്ലാം തിയറി ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഓൺലൈൻ കോച്ചിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ ഡെയിലി 3 hours നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഇന്ന് നമുക്ക് 11:30 ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ 3 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, ഇതിന് 8 മണിക്ക് ക്ലാസ് ഉണ്ട്. ഇതിൽ നമുക്ക് AC ഫണ്ടമെൻറ്റൽസിൻ്റെ ടോപ്പിക് വൈസിൻ്റെ എക്സാം ആണ്. സോ എല്ലാവരും മാക്സിമം ലൈവ് വരാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് എനർജി ആർ ഫോസിൽ ഫ്യൂൽ, വാട്ടർ ആൻഡ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, സോളാർ, വിൻഡ്, ബയോമാസ്, വുഡ്, ആനിമൽ വേസ്റ്റ് ആൻഡ് അഗ്രികൾച്ചർ വേസ്റ്റ്, നൺ ഓഫ് ദി എബോവ്. കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫോസിൽ ഫ്യൂൽ, വാട്ടർ ആൻഡ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് പവർ പ്ലാന്റ് ഈസ് ദ ലീസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള പവർ പ്ലാന്റ് ഏതാണ്? വിൻഡ് ആണോ, ജിയോ തെർമൽ ആണോ, ടൈഡൽ ആണോ, സോളാർ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, വിൻഡ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ജനറേറ്റിംഗ് ഇലക്ട്രിക് പവർ ഫ്രം ദ സീ വാട്ടർ ഈസ് മോർ അഡ്വാൻറ്റേജസ്? ഓഷ്യൻ കറണ്ട്, വേവ് പവർ, ടൈഡൽ പവർ, നൺ ഓഫ് ദി എബോവ്. ഏതാണ് മോർ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്? ടൈഡൽ പവർ ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ടോട്ടൽ പവർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ടോട്ടൽ പവർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് 125,000 മെഗാവാട്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ദ പവർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ദറ്റ് ആർ പോസിബിൾ ഇൻ തമിഴ്നാടു ആർ ലാർജ്ലി ബേസ്ഡ് ഓൺ. ഏതിലാണ് തമിഴ്നാടുവിലുള്ളത്? സ്റ്റീലാണോ, ഹൈഡ്രോലറ്റിക് ആണോ, ന്യൂക്ലിയർ ആണോ, ഡീസൽ ആണോ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ആറാമത്തെ ക്വസ്റ്റ്യൻ: ദ പവർ ഔട്ട്പുട്ട് ഫ്രം എ ഹൈഡ്രോലറ്റിക് പവർ പ്ലാന്റ് ഡിപ്പെൻഡ്സ് ഓൺ. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? പവർ ഔട്ട്പുട്ട് ഫ്രം എ ഹൈഡ്രോലറ്റിക് പവർ പ്ലാന്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹെഡ്, ടൈപ്പ് ഓഫ് ഡാം, ഡിസ്ചാർജ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി സിസ്റ്റം, type of draft tube, type of turbine and efficiency system, type of dam, discharge and type of catchment area. It depends upon option B ആണ് head, discharge and efficiency of the system. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ കറക്റ്റ് എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് പവർ ഡെവലപ്ഡ് ബൈ എ ഹൈഡ്രോലറ്റിക് പവർ പ്ലാന്റ് ഇൻ കിലോ വാട്ട്? കിലോ വാട്ടിൽ ഇലക്ട്രിക് പവർ ഡെവലപ്ഡ് ബൈ എ ഹൈഡ്രോലറ്റിക് പവർ പ്ലാന്റിൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, 7/7.5 ഇൻറ്റു 0.736 ഒമേഗ QH ഈറ്റ. ഓക്കെ, അപ്പോൾ അത് നോക്കാം. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ: യൂട്ടിലൈസേഷൻ ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ആവറേജ് ഡിമാൻഡ് ടു റേറ്റഡ് കപ്പാസിറ്റി ഓഫ് ദി പവർ പ്ലാന്റ്, മാക്സിമം ഡിമാൻഡ് ഓൺ ദി പവർ പ്ലാന്റ് ടു ദ റേറ്റഡ് കപ്പാസിറ്റി ഓഫ് ദി പവർ പ്ലാന്റ്, റേറ്റഡ് കപ്പാസിറ്റി ഓഫ് ദി പവർ പ്ലാന്റ് ടു ദ മാക്സിമം ഡിമാൻഡ്, നൺ ഓഫ് ദി എബോവ്. എന്താണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, മാക്സിമം ഡിമാൻഡ് ഓൺ ദി പവർ പ്ലാന്റ് ടു ദ റേറ്റഡ് കപ്പാസിറ്റി ഓഫ് ദി പവർ പ്ലാന്റ്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: കപ്പാസിറ്റി ഫാക്ടർ വിൽ ബി വെരി ലോ വെൻ ദ പവർ പ്ലാന്റ് ഈസ് operated as base load plant, is operated for supplying base load as well as peak load, is operated in emergency only, is under maintenance. Capacity factor low ആവുന്ന എപ്പോഴാണ്? when the power plant എന്ന് പറയുന്നത് is operated in emergency only. A thermal generating station has an installed capacity of 15 megawatt and supplies a daily load of 10 megawatt for 12 hours and 5 megawatt of remaining 12 hours. Planned capacity factor of the station. ഇപ്പോൾ എന്താണ് പ്ലാൻ കപ്പാസിറ്റി ഫാക്ടർ കാണാനുള്ള ഫോർമുല? പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ ഗിവൺ പീരീഡ്. യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ എ ഗിവൺ പീരീഡ് ഡിവൈഡഡ് ബൈ നമ്മുടെ റിലേറ്റീവ് റേറ്റഡ് കപ്പാസിറ്റി ഓഫ് ദി പവർ പ്ലാന്റ്. ഓക്കെ, റേറ്റഡ് കപ്പാസിറ്റി ഓഫ് പവർ പ്ലാന്റ് ഇൻറ്റു എന്താണ് നമ്പർ ഓഫ് അവേഴ്സ്. ഇതാണ് ഫോർമുല. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ജനറേറ്റഡ് ഏതൊക്കെയാണ്? നമുക്ക് 10 മെഗാവാട്ട് അല്ല, അപ്പോൾ മെഗാവാട്ട് എല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്യണം, വാട്ടിലോട്ട് ആകണം. അപ്പോൾ 10 × 10⁻³ ഇൻറ്റു എത്ര അവേഴ്സ്? 12 പ്ലസ് 5 × 10⁻³ ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ എന്താണ്? റേറ്റഡ് ആണ്, റേറ്റഡ് കപ്പാസിറ്റി ഓഫ് ദി പവർ പ്ലാന്റ്. റേറ്റഡ് കപ്പാസിറ്റി ഓഫ് ദി പവർ പ്ലാന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 15 മെഗാവാട്ടാണ് അല്ലേ? അപ്പോൾ 15 ഇൻറ്റു ഡിവൈഡ് ബൈ 15 × 10⁻³ ഇൻറ്റു എത്ര അവേഴ്സാണ്? ടോട്ടൽ അവേഴ്സ് എത്ര? 12 + 12 24 hours വരും. അപ്പോൾ ഇൻറ്റു 24. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 0.5 ആണ് വരുന്നത്. അപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഫോർമുല ഒന്നുകൂടെ പറയാം: പ്ലാൻ കപ്പാസിറ്റി ഫാക്ടർ ഈക്വൽ ടു യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ എ ഗിവൺ പീരീഡ് ഡിവൈഡഡ് ബൈ റേറ്റഡ് കപ്പാസിറ്റി ഓഫ് ദി പവർ പ്ലാന്റ് ഇൻ കിലോവോൾട്ട് ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ ഗിവൺ പീരീഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ലോഡ് ഷെഡിങ് ഈസ് ഡൺ ഫോർ. ലോഡ് ഷെഡിങ് നടക്കുന്നത് എപ്പോഴാണ്? for reducing peak demand on the system. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ലോഡ് ഷെഡിങ് കൊടുക്കുന്നത്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ: when load shedding is resorted to, it can be concluded that plant is under repair, load on the system is more than the installed capacity, both of the above, A and B, none of the above. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, load on the system is more than the installed capacity ആയിരിക്കും. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ:
The capacitance of the cable increases. The capacitance of a cable increases. എപ്പോഴാണ് കേബിളിൻ്റെ കപ്പാസിറ്റൻസ് കൂടുന്നത്? ലീനിയർലി ഇൻക്രീസസ് എങ്ങനെയാണ്? ലീനിയർലി വിത്ത് ഇൻക്രീസ് ഇൻ കേബിൾ ലെങ്ത് ആണ്. ലീനിയർലി വിത്ത് ഇൻക്രീസ് ഇൻ കേബിൾ ലെങ്ത്. അടുത്ത ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ. The capacitance of a cable depends upon length of the cable, relative permittivity of dielectric used in cable, radius, ratio of sheath diameter and core diameter, all of the above. This option D ആണ്, all of the above. ഇതിലെല്ലാത്തിനും capacitance of a cable ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. The charging current drawn by the cable, charging current drawn by the cable എന്ന് പറയുന്നത് leads the voltage by 90 degree, leads the voltage by 90 degree. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഈസ്. അണ്ടർഗ്രൗണ്ട് കേബിൾസിൽ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? മാക്സിമം അറ്റ് കണ്ടക്ടർ സർഫസും മിനിമം അറ്റ് ദ എർത്ത് ഷീത്തും ആയിരിക്കും. ഓപ്ഷൻ എ ആണ്. ഇൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഈസ് മാക്സിമം അറ്റ് കണ്ടക്ടർ സർഫസ് ആൻഡ് മിനിമം അറ്റ് ദ ഷീത്ത്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റെബിലിറ്റി ഓഫ് ആർക്ക് ഇൻ വാക്വം ഡിപ്പെൻഡ്സ് ഓൺ. സ്റ്റെബിലിറ്റി ഓഫ് ആർക്ക് ഇൻ വാക്വം ഡിപ്പെൻഡ്സ് ഓൺ. ഓപ്ഷൻ എ കോണ്ടാക്ട് മെറ്റീരിയൽ ഉള്ളി, ഓപ്ഷൻ ബി കോണ്ടാക്ട് മെറ്റീരിയൽ ആൻഡ് ഇറ്റ്സ് വേപ്പർ പ്രഷർ ആണോ, അതോ ഓപ്ഷൻ സി സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ഉള്ളി? എങ്ങനെയാണ്? ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആർക്ക് ഇൻ വാക്വം ഡിപ്പെൻഡ്സ് അപ്പോൺ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. കോണ്ടാക്ട് മെറ്റീരിയൽ ആൻഡ് ഇറ്റ്സ് വേപ്പർ പ്രഷറും അതുപോലെ സർക്യൂട്ട് പാരാമീറ്റേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇൻറ്ററപ്റ്റിംഗ് ടൈം ഓഫ് എ സർക്യൂട്ട് ബ്രേക്കർ ഈസ് ദ പീരിയഡ് ബിറ്റ്വീൻ ദ ഇൻസ്റ്റന്റ് ഓഫ്. ഒരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻറ്ററപ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്, ഇൻറ്ററപ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് പറയുന്നത്. എനർജൈസിങ് ഓഫ് ദി ട്രിപ്പ് സർക്യൂട്ട് ആൻഡ് ആർക്ക് എക്സ്റ്റൻഷൻ ഓൺ ആൻ ഓപ്പണിംഗ് ഓപ്പറേഷനെയാണ് ഇൻറ്ററപ്റ്റിംഗ് ടൈം, ഒരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻറ്ററപ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ എ ഹൈ സ്പീഡ് സർക്യൂട്ട് ബ്രേക്കറിൽ ടോട്ടൽ ക്ലിയറിംഗ് ടൈം എന്ന് പറയുന്നത് ഈസ് എറൗണ്ട് എത്രയായിരിക്കും? 1 to 2 സൈക്കിൾസ് ആയിരിക്കും. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ആർക്ക് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ആർക്ക് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ആർക്ക് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് അയണൈസ്ഡ് പാർട്ടിക്കിൾ, റെഡ്യൂസിംഗ് ദ ആർക്ക് ലെങ്ത്, ഇൻക്രീസിംഗ് ദ ആർക്ക് ക്രോസ് സെക്ഷൻ, സ്പ്ലിറ്റിംഗ് ദി ആർക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്നും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ തരും. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന്. ഓക്കെ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആർക്ക് വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട് ബ്രേക്കർ ഈസ് ഇൻ ഫേസ് വിത്ത് ദ ആർക്ക് കറണ്ട്, ലാഗിംഗ് ദ ആർക്ക് കറണ്ട് ബൈ 90 ഡിഗ്രി, ലീഡിംഗ് ദ ആർക്ക് കറണ്ട് ബൈ 90 ഡിഗ്രി, ലാഗിംഗ് ദ ആർക്ക് കറണ്ട് ബൈ 180 ഡിഗ്രി. എന്താണ്? ദ ആർക്ക് വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട് ബ്രേക്കർ ഈസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, ഇസ് ഇൻ ഫേസ് വിത്ത് ദ ആർക്ക് കറണ്ട് ആണ്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. In a circuit breaker, the active recovery voltage depends upon. In a circuit breaker, the active recovery voltage depends upon circuit condition, power factor, armature reaction, all of the above. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, all of these. സർക്യൂട്ട് കണ്ടീഷനും പവർ ഫാക്ടറും ആർമേച്ചർ റിയാക്ഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത, ഇൻ എ സർക്യൂട്ട് ബ്രേക്കർ, ദ കറണ്ട് ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് കോണ്ടാക്ട് സെപ്പറേഷൻ ഈസ് കോൾഡ് ദ ഡാഷ് കറണ്ട്. റീസ്ട്രൈക്കിംഗ് ആണോ, ബ്രേക്കിംഗ് ആണോ, ആർക്കാണോ, റിക്കവറി കറണ്ട്? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ബ്രേക്കിംഗ് കറണ്ട്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? സിസ്റ്റം വോൾട്ടേജ്, സർക്യൂട്ട് പവർ ഫാക്ടർ ഒള്ളി, സ്വിച്ചിങ് കണ്ടീഷൻ ഒള്ളി, ബോത്ത് ബി ആൻഡ് സി. ബോത്ത് ബി ആൻഡ് സി. കറണ്ട് പവർ ഫാക്ടറിനെയും സർക്യൂട്ട് പവർ ഫാക്ടറിനെയും സ്വിച്ചിങ് കണ്ടീഷനെയും റേറ്റ് ഓഫ് റൈസ് ഓഫ് സ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത്, റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസ് ഓഫ് ദി സിസ്റ്റം ഒള്ളി. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇൻറ്ററപ്റ്റ് ഈ കപ്പാസിറ്റീവ് സർക്യൂട്ട് ബിക്കോസ്. ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണ്? റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ട് അത് എന്താണ്, ഇൻറ്ററപ്റ്റ് ചെയ്യാൻ, കപ്പാസിറ്റീവ് സർക്യൂട്ട് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടി ആയിരിക്കും. ഓക്കെ, ഇതാണ് അപ്പോൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള നമ്മുടെ AC ഫണ്ടമെൻറ്റൽസിന് എക്സാംസ് നമ്മുടെ അൺഅക്കാഡമിയിൽ ലൈവായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് എക്സാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആ ലിങ്ക് വഴി എല്ലാവരും ജോയിൻ ആവുക. എൻ്റെ റെഫറൽ കോഡ് ക്യാപിറ്റൽ ലെറ്റർ സിനു ആൻസർ റെഫറൽ കോഡ് ടൈപ്പ് ചെയ്താണ് കയറാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.